നമസ്കാരം KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഉപാധികളോടെ പിൻവലിച്ചു. അനുഭാവപൂർവമായ പരിഗണന ഉണ്ടാകുമെന്ന അധികാരികളുടെ ഉറപ്പിന്മേലാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ. വെള്ളം വില കൊടുത്തു വാങ്ങി കുട്ടനാട്ടുകാർ. പമ്പയിലെ വെള്ളവും മലിനമായി. കുടിക്കാൻ പോയിട്ട് കുളിക്കാനും നനയ്ക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് കുട്ടനാട്ടിലെ ഉൾപ്രദേശത്തുള്ളവർ. കുട്ടനാട്ടിൽ വേനലിലും വേനൽ മഴയിലും വ്യാപക കൃഷിനാശം. 4,18,00,000 രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിവന്ന സമരം ഉപാധികളോടെ പിൻവലിച്ചു. സത്യാഗ്രഹം അനുഷ്ഠിച്ചവർക്ക് കൊല്ലം MP പീതാംബരക്കുറുപ്പ് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. അനുഭാവപൂർവമായ നടപടിയുണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി നിർത്തിയത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിരാഹാര സത്യാഗ്രഹ സമരം 5ാം ദിവസമാണ് ഉപാധികളോടെ പിൻവലിച്ചത്. കേബിൾ ടിവി വിതരണ ശൃംഖലയ്ക്കായി KSEBയുടെ വൈദ്യുത പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ വാടക ഭീമമായി ഉയർത്തിയതിനെതിരെയാണ് അസോസിയേഷൻ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ഔദ്യോഗിക ഭാഗത്തുനിന്നും അനുഭാവപൂർവമായി പരിഗണിക്കുമെന്ന ഉറപ്പിന്മേലാണ് അസോസിയേഷൻ സമരം പിൻവലിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR സുധീർ, ട്രഷറർ രാധാകൃഷ്ണൻ എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിച്ചിരുന്നത്. കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലും പാടശേഖരങ്ങളുടെ പുറംമട്ടിൽ താമസിക്കുന്നവർക്കും കുടിക്കുവാൻ പോയിട്ട് കുളിക്കാനും നനയ്ക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. പഞ്ചായത്തുകൾ വള്ളത്തിലും വാഹനങ്ങളിലും വിതരണം ചെയ്യുന്ന ജലം വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലുമാണ് നാട്ടുകാർ. കൊയ്ത്തു കഴിഞ്ഞ പുഞ്ചപ്പാടത്തു നിന്നും വൈക്കോൽ നീക്കം ചെയ്യാതെ വെള്ളം കയറ്റിയതാണ് കുടിക്കാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും പമ്പയാറിനെയും കൈവഴികളെയും ആശ്രയിച്ചിരുന്നവർക്ക് തിരിച്ചടിയായത്. കുടിവെള്ള വിതരണത്തിനായി പൈപ്പ് ലൈനുകൾ പോലും സ്ഥാപിച്ചിട്ടില്ലാത്ത ഉൾപ്രദേശങ്ങളിൽ ഇതോടെ ജലജന്യ ചർമ്മരോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി, ആലപ്പുഴ ജില്ലാ ആശുപത്രി, വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളുമായി എത്തുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ. പഞ്ചായത്തുകൾ മുഖേന വള്ളത്തിലും വണ്ടിയിലുമായി എത്തിക്കുന്ന കുടിവെള്ളത്തിൽ പായലും ചെറുമീനുകളും കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. പഴകി ദ്രവിച്ച് പൊട്ടിയ ടാങ്കുകൾ താൽക്കാലികമായി അടച്ചാണ് കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കുന്നത്. വിതരണവേളയിൽ പ്രദേശവാസികൾ വൃത്തിഹീനമായ തൊട്ടി ഉപയോഗിച്ച് വെള്ളം മുക്കിയെടുക്കുന്നതും ജലമലിനീകരണത്തിന് ഇടവരുത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഓരോ കുടുംബത്തിനും 5 കുടം വെള്ളം മാത്രമാണ് ഇങ്ങനെ നൽകുന്നത്. ഇതിലധികം വേണമെങ്കിൽ ഓരോ കുടത്തിനും തൊഴിലാളികൾ പണം ഈടാക്കുന്നതായും പരാതിയുണ്ട്. കൈനഗരി, കുട്ടമംഗലം, ചേന്നഗരി, R ബ്ലോക്ക്, വടക്കൻ വെളിയനാട് എന്നിവിടങ്ങളിലാണ് കുടിവെള്ളക്ഷാമത്തിന്റെ കടുത്ത രൂക്ഷത അനുഭവപ്പെടുന്നത്. വർഷങ്ങളായി നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ മാറി മാറി വന്ന ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. കുട്ടനാട്ടിൽ വേനലും മഴയും മൂലം വ്യാപക കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെന്നും ഏകദേശം 4,18,00,000 സാമ്പത്തിക നഷ്ടം കർഷകർക്കുണ്ടായെന്നും വാർത്താസമ്മേളനത്തിൽ വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. 250 ഏക്കർ, കോഴിച്ച തെക്ക് 400 ഏക്കർ, കാവാലം കൃഷിഭവന്റെ പരിധിപ്പെട്ട കാവാലം കിഴക്കുംപുറം 150 ഏക്കർ, വെളിയനാട് കൃഷിഭവന്റെ പരിധിപ്പെട്ട വെള്ളിസ്രാക്ക 300 ഏക്കർ, ആകെ 1,100 ഏക്കർ നെൽകൃഷിയാണ് ഈ പുഞ്ചകൃഷി നശിച്ചത്. ഇതുമൂലം ഏതാണ്ട് 27,000 കിൻഡൽ നെല്ല കുട്ടനാട്ടിൽ നശിച്ചത്. അത് ഏകദേശം 4,18,00,000 രൂപയുടെ നഷ്ടം കുട്ടനാടും കാർഷിക സംഭവിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ 20,000 രൂപ വിതരണം ചെയ്യണമെന്നും നീലമ്പേരൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന കോഴിച്ചാൽ വടക്ക്, വെളിയനാട്, കാവാലം തുടങ്ങിയ പ്രദേശത്തെ കർഷകർക്ക് ദുരിതാശ്വാസ തുക വിതരണം ചെയ്യണമെന്നും വെളിയനാട് മാത്തച്ചൻ ആവശ്യപ്പെട്ടു. അറവ് മാലിന്യ നിമിത്തം ചീഞ്ഞു നാറുകയാണ് വെളിയനാട് പഞ്ചായത്തിലെ തൈപ്പറമ്പ് പാടശേഖരവും വാഴേപ്പാടവും. രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്ത് അറവ് കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ രാത്രി സമയത്ത് വാഹനങ്ങളിൽ അറവ് മാലിന്യങ്ങളും ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടയും തള്ളുകയാണ്. ഇത്തരത്തിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നത് കിടങ്ങറ വാലടി റോഡിലാണ്. ഈ പ്രദേശത്ത് ജനവാസമില്ലാത്തതിനാൽ ലോറികളിൽ കൊണ്ടുവന്ന് തള്ളുന്നതാണ് പതിവ്. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്നുമാണ് മാലിന്യം തള്ളുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൈപ്പറമ്പ് പാടശേഖരത്ത് കൊയ്ത്തിന് പാകമായി നിന്ന നെല്ലിനകത്തേക്ക് ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടം തള്ളിയത് കർഷകരിൽ വൻ പ്രതിഷേധമുളവാക്കിയിരുന്നു.
ഈ പാടശേഖരങ്ങളിൽ പുഞ്ചക്കൊയ്ത്തിനു ശേഷം വെള്ളം കയറ്റിയിരിക്കുകയാണ്. ചാക്കുകെട്ടുകളിലും അല്ലാതെയുമായി ഉപേക്ഷിച്ച മാലിന്യങ്ങൾ ചീഞ്ഞഴുകി ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് കുമരങ്കരി കിടങ്ങറ ഭാഗത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പകർച്ചവ്യാധി ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. അതേസമയം കിടങ്ങറ വാലടി റോഡിൽ പോലീസ് പട്രോളിംഗ് നടത്തണമെന്ന് കർഷകരും നാട്ടുകാരും പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. പകൽ സമയത്ത് പോലും പോലീസുകാർ ഈ പ്രദേശത്ത് വരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. രാമഗിരി പോലീസിന്റെയും കൈനഴി സ്റ്റേഷനിലെയും അതിർത്തി തർക്കത്തിന്റെ പേരിലാണ് പോലീസ് പെട്രോളിംഗ് നടത്താത്തതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ജില്ലയിലെ താറാവുകൾ വസന്തരോഗം ബാധിച്ച് ചാകുന്നതിനെതിരെ 1 വർഷത്തെ കർമ്മപദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ NH ശശി പറഞ്ഞു. കുട്ടനാട്ടിലെ തകഴി, നെടുമുടി പ്രദേശങ്ങളിലാണ് വസന്തരോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ജില്ലയിലെ താറാവുകൾക്ക് രോഗബാധയുണ്ടായത്. വാക്സിനേഷൻ കൃത്യമായി നൽകാത്തത് മൂലമാണ് താറാവ് വസന്ത ഉണ്ടായതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു. കുറച്ച് താറാവുകൾ ചത്തതായിട്ട് പേപ്പറിൽ വന്നു, ന്യൂസ് ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ ഓഫീസിലും ഇവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർമാരെല്ലാവരും വിളിച്ചിട്ട്, പിന്നെ ഇതിൻ്റെ ഈ നമ്മൾ തകഴിയും നെടുമുടിയാണിത് കൂടുതലായിട്ട് കണ്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വെറ്റ് സർജന്മാരെയും വിളിച്ചിട്ടുള്ളൊരു റിവ്യൂ മീറ്റിംഗ് ആണ് നമ്മൾ നടത്തിയത്. എന്താണ് പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇവർ പറയുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 22-ാം തീയതിയാണ് ഈ ഒരു 2-3 താറാവ് ചത്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 22-ാം തീയതി ഞങ്ങളുടെ തന്നെ ഇവിടെ തിരുവല്ലയുള്ള ADD ലാബ്, ഏവിയൻ ഡിസീസ് ഡയഗ്നോസിസ് ലബോറട്ടറി, അവിടെ ഇത് പരിശോധിക്കുകയും അവിടെ ഡക്ക് പ്ലേ കാണുന്ന സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എങ്ങനെ ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ആലോചിക്കുന്നത്. 1 വർഷത്തെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് ഓരോ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഈ ആലപ്പുഴ ജില്ലയിലെ താറാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു കലണ്ടർ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. 2 പ്രദേശത്തുള്ള ഹാച്ചറികളിൽ നിന്നാണ് ഈ താറാവ് കുഞ്ഞുങ്ങൾ വരുന്നത്. അത് വിശദമായിട്ടൊന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സ്വകാര്യ ഹാച്ചറികളിൽ നിന്നുമാണ് ആലപ്പുഴയിലേക്ക് താറാവുകൾ എത്തുന്നത്.
താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നത് പ്രതിരോധിക്കാൻ ജില്ലയിലെ താറാവ് കർഷകരെ ഉൾപ്പെടുത്തി കലണ്ടർ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താറാവ് കുഞ്ഞുങ്ങളുടെ വിതരണത്തിനു ശേഷവും മൃഗസംരക്ഷണ വകുപ്പിന്റെ സംരക്ഷണം കർഷകർക്ക് ലഭ്യമാക്കും. കൃത്യസമയത്തും ശരിയായ അളവിലും വാക്സിനേഷൻ നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ അവലോകന യോഗം കുട്ടനാട് തഹസീൽദാരുടെ നേതൃത്വത്തിൽ കുട്ടനാട് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ചരിത്രപരവും ആചാരപരവുമായ നൂറുകണക്കിന് പ്രത്യേകതകളുള്ള കേരളത്തിലെ ആദ്യത്തെ ജലോത്സവമാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. തിരുവാറന്മുളയപ്പന്റെ ആറന്മുള ജലോത്സവം പോലെ തന്നെ ആചാരപരമായ പ്രത്യേകതയുള്ള ജലോത്സവമാണ് ചമ്പക്കുളം ജലോത്സവം. ശനിയാഴ്ച കുട്ടനാട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. യോഗത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം, കെ ഗോപകുമാർ, ജോർജ് മാത്യു പഞ്ഞിമരം തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ നടന്ന ഗുണ്ടാക്രമത്തിലെ പ്രതികളെ പിടികൂടുവാൻ പോലീസ് അനാസ്ഥ കാണിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായ സമിതി. കഴിഞ്ഞ 27-ാം തീയതി ഞായറാഴ്ച 5:30 പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. CCTV ദൃശ്യവും മൊബൈൽ നമ്പറും പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടും തുടർ നടപടികൾ ഉണ്ടാവാത്തത് പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി PI എബ്രഹാം അറിയിച്ചു. കഴിഞ്ഞ 27-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5:30 മണിയോടുകൂടി ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മുനിസിപ്പൽ ഓഫീസിന്റെ നേരെ എതിർവശത്തുള്ള മൊബൈൽ സ്പോട്ട് എന്ന വ്യാപാര സ്ഥാപനത്തിൽ ഒരു 3 അംഗ അക്രമി സംഘം ഒരു നരനായാട്ട് അതിനകത്ത് നടത്തി. അതിനുശേഷം ഷട്ടർ വലിച്ചിട്ട് കടയടച്ച് കടയുടമയും ജീവനക്കാരനെയും മർദ്ദിക്കുകയും ആ സ്ഥാപനത്തിന് ഏതാണ്ട് 50,000-ലധികം രൂപയുടെ നാശനഷ്ടം വരുത്തുകയും 25,000-ഓളം രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും ചെയ്ത അക്രമം നടന്ന് ഉടൻ തന്നെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ വിവരം അറിയിച്ച് 10 മിനിറ്റിനകം ഫ്ലൈയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തിയെങ്കിൽ പോലും ഇതുവരെ ഇതിലെ പ്രതികൾ ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തിയ ഈ ഗുണ്ടാ സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരി പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഇതിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സമരപരിപാടികൾക്ക് ഞങ്ങൾ രൂപം നൽകിയിരിക്കുകയാണ്. ഈ അക്രമം നടത്തിയ അക്രമികൾ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് വിവരം അറിയിച്ച് ഇവരുടെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ മൊബൈൽ നമ്പർ, ഇവർ യാത്ര ചെയ്തിരുന്ന വാഹനത്തിന്റെ നമ്പർ, ഇവരുടെ CCTV ദൃശ്യങ്ങൾ, അക്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ഞങ്ങൾ കൈമാറി. പോലീസ് ആ സമയത്ത് ആക്ട് ചെയ്തിരുന്നുവെങ്കിൽ ആലപ്പുഴ സ്വദേശികളായി ഇവർ ആലപ്പുഴ പട്ടണത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് പോലീസ് ഇവരെ പിടികൂടാൻ കഴിയുമായിരുന്നു. ജോജി ജോസഫ്, IH മുഹമ്മദ്, KC ജോസഫ്, MR ഫസിൽ, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. എടത്വ പള്ളി പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിനായി പോലീസ് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടന്ന കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം മാന്നാർ CI R ബിനു നിർവഹിച്ചു. എടത്വ SI രാജേന്ദ്രൻ പിള്ള, പള്ളി വികാരി ഫാദർ ജോസഫ് പഴയപുര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വെളിയനാട് വിശുദ്ധ മിഖായേൽ പള്ളിയിൽ ദേവാലയ വെഞ്ചരിപ്പും പ്രധാന തിരുനാളും അത്ഭുത പ്രവർത്തകനായ മിഖായേൽ മാലാഖയുടെ നൊവേനയും മെയ് 1 മുതൽ ആരംഭിച്ച് മെയ് 11 വരെ നീണ്ടുനിൽക്കും. കുട്ടനാട്ടിലെ ജ്ഞാനായ കത്തോലിക്ക സഭ പുനർനിർമ്മിച്ച വെളിയനാട് മിഖായേൽ പള്ളിയുടെ വെഞ്ചരിപ്പ് മെയ് 5-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4:30 കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം അറിയിച്ചു. വെളിയനാട് വിശുദ്ധ മിഖായേൽ പള്ളിയുടെ നവീകരിക്കപ്പെട്ട ദേവാലയത്തിന്റെ കൂദാശ മെയ് മാസം 5-ാം തീയതി വൈകുന്നേരം 4:30 കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് നിർവഹിക്കുക. 1897-ലാണ് ഈ പള്ളി സ്ഥാപിതമായത്. 117 വർഷത്തെ പഴക്കമുള്ള ഈ പള്ളിയുടെ 2ാമത്തെ നവീകരണമാണ് നടക്കുന്നത്. കൂദാശയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നു. മറ്റ് ആധ്യാത്മിക രാഷ്ട്രീയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിന്റെ പ്രധാന തിരുനാൾ മെയ് മാസം 9, 10, 11 തീയതികളായിട്ട് നടക്കുന്നു. 9-ാം തീയതി കൊടിയേറ്റ് 4:30 മണിക്ക് ബഹുമാനപ്പെട്ട വികാരി നിർവഹിക്കുന്നതും തുടർന്ന് മിഖായേൽ പള്ളിയുടെ ഇടവകക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള കലാസദ്യ നടത്തുന്നതുമാണ്. കായൽപ്പുറം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ മെയ് 7 മുതൽ മെയ് 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
കാവാലം കരിയൂർമംഗലം അന്നപൂർണേശ്വരി ദേവീ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം മെയ് 4 മുതൽ മെയ് 11 വരെ നടക്കും. ഭരണിക്കാവ് കുട്ടപ്പൻ നായരുടെ ശിഷ്യൻ പള്ളിക്കൽ രാജശേഖരനാണ് യജ്ഞാചാര്യൻ. ചരമവാർത്തകൾ. നെടുമുടി തെക്കേവറി മൂന്നുകളത്തിൽ മേരിക്കുട്ടി വർഗീസ് നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മിത്രക്കര കൊച്ചുമഠത്തിൽ രാഘവൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. പുളിങ്കുന്ന് കായൽപ്പുറം കളത്തിപ്പറമ്പ് ജനാർദ്ദനൻ 66 വയസ്സ് നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം മേൽശാന്തി ബാലകൃഷ്ണൻ നമ്പൂതിരി നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഉപാധികളോടെ പിൻവലിച്ചു. അനുഭാവപൂർവമായ പരിഗണന ഉണ്ടാകുമെന്ന അധികാരികളുടെ ഉറപ്പിന്മേലാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ. വെള്ളം വില കൊടുത്തു വാങ്ങി കുട്ടനാട്ടുകാർ. പമ്പയിലെ വെള്ളവും മലിനമായി. കുടിക്കാൻ പോയിട്ട് കുളിക്കാനും നനയ്ക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് കുട്ടനാട്ടിലെ ഉൾപ്രദേശത്തുള്ളവർ. കുട്ടനാട്ടിൽ വേനലിലും വേനൽ മഴയിലും വ്യാപക കൃഷിനാശം. 4,18 ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.